ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ പഠനം തുടങ്ങുകയാണല്ലോ. ഈ ക്ലാസ്സുകൾ കൊണ്ടുദ്ദേശിക്കുന്നത് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുടെ പാരായണവും ശ്ലോകങ്ങളുടെ അർത്ഥം വളരെ ചുരുക്കമായൊന്ന് മനസ്സിലാക്കുകയുമാണ്. വിശദമായ പഠനത്തിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഭഗവത്ഗീതയുടെ പാരായണവും അതിൻ്റെ ഉള്ളടക്കവും ഒന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. അപ്പോൾ ആദ്യമായി ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഭഗവത്ഗീതയുടെ കാലികമായ പ്രസക്തിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കാം. 9 ധ്യാന ശ്ലോകങ്ങളാണുള്ളത്. അവയുടെ പാരായണവും ചെറുതായിട്ട് ഒന്ന് അർത്ഥവും മനസ്സിലാക്കാം. അതിനുശേഷം 1-ാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് കാണാം. ജീവിത വിജയവും പരമശാന്തിയും പ്രദാനം ചെയ്യുന്ന ദിവ്യമന്ത്രമാണ് ഭഗവത്ഗീത. ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയെ മോക്ഷശാസ്ത്രമെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തെ അർത്ഥസമ്പൂർണമാക്കുന്ന, മരണഭയത്തെ ദൂരീകരിക്കുന്ന, ആത്മസാക്ഷാത്കാരത്തെ പ്രദാനം ചെയ്യുന്ന മോക്ഷമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ആത്മജ്ഞാനമാണ് ഗീതയിലെ പ്രതിപാദ്യം. ഇതി തേ ജ്ഞാനമാഖ്യാതം എന്ന് ഗീതാകാരനായ വ്യാസാചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമൃതസ്വരൂപികളാണ് നാം എല്ലാം. അതായത് നശ്വരമായ ഈ ശരീരമല്ല, അനശ്വരമായ ആത്മാവാണ് ഞാൻ എന്ന തിരിച്ചറിവുണ്ടാകുന്നു. ആ തിരിച്ചറിവുണ്ടാകുന്നതോടെ നമ്മുടെ ഉള്ളിലെ ഭയങ്ങളും ദുഃഖങ്ങളും ഒക്കെ താനേ ഒഴിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന അമൃതമാണ് ഭഗവത്ഗീത. അതാണ് നമ്മൾ ഗീതാമൃതം എന്ന് പറയുന്നത്. ആ അമൃതം പാനം ചെയ്യുന്നതോടെ നമുക്ക് ഭയവും ദുഃഖവും ഇല്ലാതെ ശാന്തമായ മനസ്സോടെ സംസാരസാഗരത്തെ അല്ലെങ്കിൽ ഈ ജീവിതത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നു. അതിനുള്ള മനോധൈര്യം നൽകുന്ന ഉപദേശങ്ങളാണ് ഗീതയിലുള്ളത്. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങളും ഉപനിഷത്തുകളും. ആ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരമാണ് ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം. അങ്ങനെയുള്ള ഉപനിഷത്ത് സാരമായ ഗീതയും ഭാഗവതവും എല്ലാം ഉപദേശിക്കുന്നത് മരണശേഷം ലഭിക്കുന്ന ഒരു മോക്ഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടാനുള്ള മോക്ഷത്തെക്കുറിച്ചാണ്. ഇതാണ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ സവിശേഷത. മറ്റു പല മതങ്ങളും മരണശേഷം ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടാവുന്ന മോക്ഷത്തെക്കുറിച്ചാണ്. അതായത് മരിച്ച ശേഷം കിട്ടുന്ന ഒരു സുഖത്തെക്കുറിച്ചല്ല പറയുന്നത്, ജീവിക്കുമ്പോൾ തന്നെ ആ സുഖവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ശാസ്ത്രമാണ് നമ്മളുടെ സനാതനധർമ്മം പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല. ഇതിഹാസ കൃതിയായ മഹാഭാരതത്തിലെ ഒരു സന്ദർഭമാണ് ഗീത. 18 പർവ്വങ്ങളും 2000 അധ്യായങ്ങളും 1,00,000 ശ്ലോകങ്ങളുമുള്ള മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിലെ 18 അധ്യായങ്ങളിലായി ശ്രീകൃഷ്ണ അർജുന സംവാദ രൂപത്തിൽ രചിച്ചിരിക്കുന്നതാണ് ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധാരംഭത്തിന് മുൻപാണ് ഗീതയുടെ സന്ദർഭം. യുദ്ധത്തിന് തയ്യാറായി വന്ന ധനുർവിദ്യയിൽ അഗ്രഗണ്യനായ അർജുനൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രു സൈന്യത്തിലെ സ്വന്തം ആൾക്കാരെയും ബന്ധുക്കളെയും കണ്ടപ്പോൾ മനസ്സ് പതറുന്നു. കൈകാൽ തളർന്നു.
യുദ്ധത്തിൽ കൊല്ലേണ്ടത് സ്വന്തം ബന്ധുമിത്രാദികളെ ആണെന്നുള്ള അറിവ് അർജുനനെ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തി. വിഷാദമഗ്നനായി തന്നെക്കൊണ്ട് ഈ യുദ്ധം ചെയ്യാനാവില്ല, ഈ കൊടും പാതകം ചെയ്തിട്ട് കിട്ടുന്ന രാജ്യവും പേരും പ്രശസ്തിയും ഒന്നും തനിക്ക് വേണ്ട, ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കണം എന്നായി. യുദ്ധത്തിൽ നിന്നും പിന്തിരിയാനുള്ള ഉപായങ്ങൾ ഒന്നൊന്നായി ആലോചിക്കാൻ തുടങ്ങി. സാരഥിയായ ശ്രീകൃഷ്ണനാവട്ടെ ഈ നിർണായകമായ നിമിഷത്തിൽ, യുദ്ധം തുടങ്ങുവാൻ പോകുന്ന ഈ നിർണായകമായ നിമിഷത്തിലുള്ള അർജുനൻ്റെ ഈ ഭാവമാറ്റത്തിൻ്റെ കാരണം നന്നായി മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, ഇത് ഭീരുത്വമാണ്, ഒരു യോദ്ധാവിന് യോജിച്ചതല്ല, ഇത് ദുഷ്കീർത്തികരമാണ് എന്നെല്ലാം ഓർമ്മിപ്പിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വിനീത ശിഷ്യനെപ്പോലെ അർജുനൻ കൃഷ്ണനോട് ഉപദേശം യാചിച്ചു. അർജുനന് ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഭഗവാനല്ലാതെ മറ്റാരും ആശ്രയമില്ലെന്നും ഭഗവാന് മാത്രമേ തന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കൂ എന്നും പൂർണ്ണ ബോധ്യമായി. ഇതുവരെ ഉണ്ടായിരുന്ന ആ ക്ഷാത്രവീര്യവും ഞാനെന്ന ഭാവവും എല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോയി. അർജുനൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ, സുഹൃത്തും കളിക്കൂട്ടുകാരനുമായ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്, ശരണാഗതി അടയുകയാണ് ഭഗവാന്റെ പാദങ്ങളിൽ. അർജുനൻ്റെ ആ പൂർണ്ണ ആത്മസമർപ്പണത്തിൻ്റെ നിമിഷങ്ങളിൽ ഇതുവരെ കൈകളിൽ ചമ്മട്ടിയുമേന്തി സാരഥിയായി നിന്നിരുന്ന ഭഗവാൻ ഗുരുവായി മാറി. അർജുനനോ വിനയാന്വിതനായ ശിഷ്യനും. ഒരു നദി ഒഴുകി സമുദ്രത്തിൽ വന്നു ചേരുമ്പോൾ നദിയും സമുദ്രവും ഒന്നാകുന്നതുപോലെ ആ ഒന്നാകൽ, ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ആ ഒന്നാകലിൽ ഉപദേശം നടക്കുകയാണ് ഇവിടെ. ഈ ഉദാത്തമായ ഗുരു ശിഷ്യ സമാഗമമാണ് ആത്മജ്ഞാനോപദേശത്തിനുള്ള ശുഭമുഹൂർത്തം. കാരുണ്യമൂർത്തിയായ ഭഗവാൻ ആദ്യം ചുരുക്കമായും പിന്നീട് അർജുനൻ്റെ സംശയങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന വിധത്തിൽ വിസ്തരിച്ചും ആവർത്തിച്ചും അരുളി ചെയ്ത പരമാത്മ തത്വങ്ങളാണ് വ്യാസഭഗവാൻ ഗീതാരൂപത്തിൽ രചിച്ചിരിക്കുന്നത്. വേദാന്ത സാരമാണ് ഗീത. ഓരോ ഗീതാ പഠിതാവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണിത്. സനാതനധർമ്മത്തെക്കുറിച്ച് അറിവ് നൽകുന്ന പ്രധാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ. ഋഗ്, യജുർ, സാമം, അഥർവം എന്ന 4 വേദങ്ങളാണുള്ളത്. ഓരോ വേദങ്ങളുടെയും അവസാനം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യവും പ്രപഞ്ചവീക്ഷണവും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ദർശന ഭാഗമുണ്ട്. ഈ ഭാഗങ്ങൾ വേദാന്തം അല്ലെങ്കിൽ വേദങ്ങളുടെ അന്തം എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ തന്നെ ഉപനിഷത്തുകൾ എന്നും പറയുന്നു. അപ്പോൾ വേദാന്ത സാരം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഉപനിഷത്ത് സന്ദേശങ്ങൾ തന്നെയാണ്. ഗീതാധ്യാനത്തിൽ പറയുന്നുണ്ടല്ലോ, സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന്. ഉപനിഷത്തുകളാകുന്ന പശുക്കളെ ഗോപാലനന്ദനാകുന്ന ഭഗവാൻ കറന്നെടുക്കുന്ന പാലാണ് ഈ ഗീതാമൃതം. വേദസാരമായ ഉപനിഷത് സാരമായ പരബ്രഹ്മ തത്വം തന്നെയാണ് ഗീതയുടെ പരമപ്രധാനമായ തത്വം. അവ്യക്ത രൂപത്തിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം, ചരടിൽ മുത്തുകൾ എന്ന പോലെ ചേർന്നിരിക്കുന്ന ആ ചൈതന്യ തത്വം, അതിനെ ദൈവമെന്നും ഈശ്വരനെന്നും ബ്രഹ്മമെന്നും പരമാത്മാവെന്നും എന്തു വേണമെങ്കിലും വിളിക്കാം. ആ സർവാധാരമായ തത്വത്തെ സാക്ഷാത്കരിച്ചനുഭവിക്കുവാൻ അവതാരമൂർത്തിയായ ഭഗവാൻ അർജുനനെ പരിപാകപ്പെടുത്തിയെടുത്തു. ഈ ഉപദേശങ്ങളിലൂടെ അർജുനനെ പരിപാകപ്പെടുത്തിയെടുത്തു. ഈ ഒരു ഭഗവത് കാരുണ്യത്തിന് പാത്രമാവുകയാണ് ഗീതാപഠനത്തിലൂടെ നമുക്കും സാധ്യമാകുന്നത്. സർവ സംസാര ദുഃഖ നിവൃത്തിക്ക് സിദ്ധ ഔഷധമായ ഈ ഗീതാമൃതം ആവോളം സേവിക്കുവാൻ നമുക്കെല്ലാം ഭാഗ്യമുണ്ടാവട്ടെ. ബ്രഹ്മസാക്ഷാത്കാരമാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം. അതിലേക്കുള്ള ഭക്തിപൂർണമായ യോഗമാർഗങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് ഗീതയിൽ. ലോകത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിന് ഈ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. ലോകസംഗ്രഹമായിരിക്കണം എല്ലാവരുടെയും ലക്ഷ്യം എന്ന് ഗീത അനുശാസിക്കുന്നു. ഇനി നമ്മൾക്ക് ഗീതയുടെ കാലിക പ്രസക്തിയിലേക്ക് ഒന്ന് കടക്കാം. അതായത് ലോക ജീവിതത്തിന് പാടെ മാറ്റം വന്ന ഈ കാലഘട്ടത്തിൽ ഗീതയുടെ പ്രസക്തി എന്താണ്? എന്തിന് ഗീത പഠിക്കണം? ഈ ഒരു സംശയം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം മിക്കവാറും എല്ലാവർക്കും ഉള്ളതാണ്. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംവാദം, ഒരു കോൺവെർസേഷൻ അല്ലേ,
ഇപ്പോൾ ഈ സാങ്കേതികമായി ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന കാലത്തിൽ എന്തിന് നമ്മൾ പഠിക്കണം? എന്ത് കാലിക പ്രസക്തിയാണതിനുള്ളത്? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പോൾ പ്രയോജനപ്പെടുത്താനാകും? പ്രാക്ടിക്കൽ ബെനിഫിറ്റ് ഓഫ് ഗീത എന്ന് നമ്മൾ കാണാറുണ്ടല്ലോ. അത് എന്താണ്? അതുകൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. എങ്കിലും അതിലേക്ക് ആഴത്തിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. കുറച്ചൊന്ന് മനസ്സിലാക്കുന്നത് നമ്മളുടെ ഈ ഗീതാ പഠനത്തിന് സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അല്പം ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഗീതയുടെ കൂടുതൽ പഠനത്തിലേക്ക് പോകാം. നമ്മൾ ഈ ഗീത പഠിക്കുന്നത് ഒന്നാമതായി ആരോടും വാദിച്ച് ജയിക്കാൻ വേണ്ടിയാകരുത്. ഗീതയുടെ തത്വശാസ്ത്രങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് വാദിച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ ഇത് പഠിക്കാൻ ഒരുങ്ങണ്ട. ഓരോരുത്തരും ശാന്തമായിരുന്ന് ചിന്തിക്കുക. അവനവന് ഗീത പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുണ്ടാകുക? ഗീത പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ന ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിന് എന്ത് ഗുണമാണ് നാം ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഗീത പഠിക്കുന്നത്? മാനസികവും വൈകാരികവുമായ ഒരു ഉയർച്ച ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചിലപ്പോഴെങ്കിലും നമ്മളുടേത് മാത്രമായ നിമിഷങ്ങളിൽ അതിനെക്കുറിച്ചോർത്ത് നാം അസ്വസ്ഥരാകാറില്ലേ? ഇതൊക്കെ കുറച്ചും കൂടി പഠിക്കണം. നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് കുറച്ചും കൂടെ പഠിക്കണം. ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എന്താണെന്ന് ഒന്ന് അറിയണം. ഇങ്ങനെ ആത്മാർത്ഥമായി നമ്മളൊന്ന് ആഗ്രഹിക്കാറില്ലേ ചിലപ്പോഴെങ്കിലും? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങൾക്കപ്പുറത്തായി എന്തോ ഒന്നുണ്ട്. ഒരു അനിർവചനീയമായ ഒരു ശാന്തി, സമാധാനം, സുഖം, ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ചിലപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. പുറം ലോകത്ത് മുഴുവനും അന്വേഷിച്ച് നടന്ന് തളരുമ്പോഴാണ് നാം അന്തർമുഖമായി നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുന്നത്. ആ ഒരു അന്വേഷണം, അത് തന്നെയാണ് ആത്മാന്വേഷണം എന്ന് പറയുന്നത്. ഭൗതിക ജീവിതത്തിൽ ശാസ്ത്ര പഠനങ്ങൾ കൊണ്ടും സാങ്കേതിക വിദ്യകൾക്കും കുറേയേറെ സുഖസൗകര്യങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കാണുന്ന ഈ സാങ്കേതിക ഉയർച്ചകളെല്ലാം നമ്മൾക്ക് പണ്ടുണ്ടായിരുന്നതല്ല, അത് ശരിയാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിന് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നൊന്ന് സ്വയം വിചിന്തനം ചെയ്തു നോക്കണം. പച്ചയായ ജീവിത സത്യങ്ങൾ, അതായത് ജനനവും മരണവും സുഖവും ദുഃഖവും ഭയവും രോഗങ്ങളും ശാരീരികവും വൈകാരികവുമായ വെല്ലുവിളികളും എല്ലാം അന്നും ഇന്നും ഒരുപോലെ തന്നെയുണ്ട്. പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം അതുപോലെ തന്നെയുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലകളും നദികളും ഇരുട്ടും വെളിച്ചവും ഇതെല്ലാം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. ആധുനിക ശാസ്ത്രം എന്തെല്ലാം അറിവുകൾ നേടിയിട്ടും കൂടുതലായി ഒന്നും അറിയാൻ കഴിയാത്തതാണ് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ സത്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ. നമ്മൾ എവിടെ നിന്ന് വന്നു, എന്തിനു ജനിക്കുന്നു, എന്തിനു മരിക്കുന്നു, ഇനി മരണത്തിന് ശേഷം ഒരു ജന്മമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഈ ചോദ്യങ്ങൾക്ക് പണ്ടത്തേക്കാൾ കൂടുതലായി ഒരു ഉത്തരം ഇന്നും ആർക്കും കിട്ടിയിട്ടില്ല. ശാസ്ത്രങ്ങൾ എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളിൽ ആരും ഒന്നും കൂടുതൽ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതാണ് വാസ്തവം. ഇവിടെയാണ് നമ്മളുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളും നമ്മളുടെ ദർശനങ്ങളും സഹായകമാകുന്നത്. നമ്മുടെ അറിവിൻ്റെ സ്രോതസ്സായ ഉപനിഷത്തുകളിലും ഗീതയിലും ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ആത്മതത്വങ്ങളാണ്. അന്നും ഇന്നും മനുഷ്യ മനസ്സുകൾക്ക് ഇത് ആശ്വാസം പകരുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും എല്ലാവരും ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഒന്നും പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യില്ലല്ലോ. ആധ്യാത്മികമായ ദർശനം മാത്രമല്ല ഗീത നമുക്ക് തരുന്നത്, അതിൽ കൂടുതലായി ദൈനംദിന ജീവിതത്തിൽ പകർത്തുവാനും ജീവിത വിജയത്തിന് പ്രചോദനം നൽകുവാനും ഗീത സഹായിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം അതാണ്. അത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കുക, അംഗീകരിക്കുക. ഉള്ളതൊന്നും ഇല്ലാതായി പോവുകയില്ലെന്നും ഇല്ലാത്തതൊന്നും പുതിയതായി ഉണ്ടായി വരികയില്ലെന്നും ഉള്ള പരമസത്യത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇന്നും? ലോകത്തിൻ്റെ മുഴുവനും നന്മയ്ക്കു വേണ്ടിയായിരിക്കണം ഓരോ പ്രവൃത്തിയെയും എന്നതിനെ നമ്മൾക്ക് നിരാകരിക്കാനാകുമോ? നിഷ്കാമ കർമ്മത്തേക്കാൾ വലിയ ഒരു സേവന തത്വം പറയാനാകുമോ? ഇങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല ഗീതയിലെ തത്വശാസ്ത്രത്തിൻ്റെ മഹിമ. എന്തായാലും
ഭൂമിയും മനുഷ്യരാശിയും ഉള്ളിടത്തോളം കാലം ഗീതയുടെ പ്രസക്തിക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഗീതാ പഠനവും കാലിക പ്രസക്തിയോടെ തന്നെ തുടരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗീത പഠിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. മറ്റാർക്കും വേണ്ടിയല്ല, അവനവന് വേണ്ടിയാണ് എന്നറിയുക. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഉത്തരേദാത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. നമുക്ക് ആധ്യാത്മികമായി ഉയരണമെന്ന് നാം തന്നെ വിചാരിക്കണം. അതിനുവേണ്ടി നാം തന്നെ ശ്രമിക്കുകയും വേണം. അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് സ്വപ്രയത്നം കൂടിയേ തീരൂ. നാം തന്നെ നമ്മളെ മേൽപോട്ടുയർത്തണം. ഇതിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു സന്ദേശം വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? അതുകൊണ്ട് ഗീതാമാതാവിന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ജഗദ്ഗുരുവായ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ടും ഭഗവാന് ശരണാഗതി അടഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗീതാപഠനം തുടങ്ങാം. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഭീഷ്മപർവം 25-ാം അധ്യായം ഭഗവത്ഗീതയുടെ 1-ാം അധ്യായമാണ്. ഇത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 10-ാം ദിവസമാണ്. ഈ ദിവസമാണ് യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹൻ നിലംപതിക്കുന്നത്. അപ്പോൾ സഞ്ജയൻ യുദ്ധക്കളത്തിൽ നിന്നും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മഹാരാജാവിനെ ഈ വിവരം അറിയിച്ചു. അതുവരെ യുദ്ധത്തെക്കുറിച്ച് ശുഭപ്രതീക്ഷ വെച്ചിരുന്ന രാജാവ് ഈ വാർത്ത കേട്ട് വല്ലാതെ ഒന്ന് ഞെട്ടി. അതിനൊരു കാരണം കൂടിയുണ്ട്. യുദ്ധത്തിൻ്റെ തലേന്നാൾ രാജാവ് ഒരു പ്രത്യേക സന്ദേശവുമായി സഞ്ജയനെ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നു. പാണ്ഡവർക്ക്, വിശേഷിച്ചും അർജുനന് ഭീഷ്മ പിതാമഹനോടുള്ള വാത്സല്യാതിരേകവും ദ്രോണാചാര്യർ, കൃപാചാര്യർ തുടങ്ങിയ ഗുരുജനങ്ങളോടുള്ള ഭയഭക്തി ബഹുമാനവും ധൃതരാഷ്ട്രക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടും ശത്രുപക്ഷത്താണെങ്കിൽ പോലും അവരെയൊന്നും കൊല്ലുവാൻ പാടുള്ളതല്ല എന്നൊരു താക്കീതും നൽകിയാണ് സഞ്ജയനെ അവിടേക്ക് അയച്ചിരുന്നത്. ആ നിർദ്ദേശം അവർ തള്ളിക്കളയുമെന്ന് ധൃതരാഷ്ട്രർ കരുതിയില്ല. അർജുനനെ സംബന്ധിച്ചിടത്തോളം അത് കുറിക്കുകൊള്ളുകയും ചെയ്തു. അർജുനൻ്റെ ആവശ്യപ്രകാരം ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഭഗവാനാൽ സ്ഥാപിക്കപ്പെട്ട രഥത്തിൽ നിന്നും അർജുനൻ നോക്കി. ആദ്യമായി കണ്ടതും തൻ്റെ പിതൃതുല്യനായ ഭീഷ്മരെയും മറ്റു ഗുരുജനങ്ങളെയുമായിരുന്നു. പിന്നീട് അർജുനന് സംഭവിച്ചതെന്താണെന്ന് നമുക്കറിയാം. 1-ാം അധ്യായത്തിൽ ഇനിയും വിശദമായി നമ്മൾക്ക് കാണാം. അർജുനൻ്റെ വീര്യം കെടുത്തുവാൻ പോന്ന തൻ്റെ ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിന് എന്തു പറ്റി എന്ന് ധൃതരാഷ്ട്രർ ആലോചിച്ചു. സ്വച്ഛന്ത മൃത്യു വരമായി കിട്ടിയ ഭീഷ്മ പിതാമഹനെ ആരാണ് വീഴ്ത്തിയത്? അർജുനനല്ലാതെ മറ്റാർക്കും ഈ മഹാരഥന്മാരെ ജയിക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ കേട്ട ഭീഷ്മ പിതാമഹനെക്കുറിച്ചുള്ള ഈ വാർത്ത താൻ എങ്ങനെ വിശ്വസിക്കും? യുദ്ധഭൂമിയിൽ എന്താണ് നടക്കുന്നത്? തുടർന്ന് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധം 1-ാം ദിവസം മുതൽ 10-ാം ദിവസം വരെയുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കേൾപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ മുതലാണ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം ആരംഭിക്കുന്നത്. 1-ാം ദിവസം യുദ്ധാരംഭത്തിന് മുമ്പാണ് ഗീതോപദേശം നടക്കുന്നത്. എങ്കിലും മഹാഭാരതത്തിൽ 10-ാം ദിവസം ഭീഷ്മരുടെ പതനത്തിനു ശേഷം ധൃതരാഷ്ട്ര സഞ്ജയ സംവാദ രൂപത്തിലാണ് വ്യാസഭഗവാൻ ഗീത ആലേഖനം ചെയ്തിരിക്കുന്നത്. ഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ധ്യാന ശ്ലോകങ്ങൾ, അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗീതാധ്യാനവും ശ്ലോകങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.